കഴിഞ്ഞ വട്ടം പോലെ ഇടിഞ്ഞാണ് ഈ വട്ടം അതേപോലെ തന്നെ ഇടിഞ്ഞിട്ടുണ്ട്. സ്കൂളിലേക്കായാലും പറഞ്ഞ കുട്ടികൾ അവരുടെ ജീവൻ വെച്ചുകൊണ്ടാണ് ഈ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കടന്നു പോകുന്ന സമയത്ത് ഇവിടുന്ന് മണ്ണിടിഞ്ഞ് വീണ് വലിയൊരു അപകടം ഉണ്ടാകുന്ന സാഹചര്യം വളരെയധികമാണ്. ഇത്രയും ദിവസമായിട്ട് ഒരു നടപടികളും സ്വീകരിക്കാതെ ഇത് കണ്ടില്ല എന്ന് വകവയ്ക്കുന്ന കാര്യങ്ങളാണ് NH-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മഴയും പെയ്ത്തുമഴയും കൂടെ പെയ്യുമ്പോൾ വെള്ളം കിനിഞ്ഞ് മൊത്തം ഇടിഞ്ഞ് വരിക. പാറയിലാണ് നിൽക്കുന്നത്. ഇവിടെ വലിയൊരു അപകട ഭീഷണി ഉയർത്തിയിട്ട് ഇവിടെ മണ്ണിടിച്ചിലുണ്ട്. അതായത് സ്കൂൾ കുട്ടികൾ, നിരവധി ആളുകൾ നടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ തന്നെ നിൽക്കുന്നത് വളരെ പേടിച്ചിട്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ മണ്ണിടിഞ്ഞ് റോഡിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോളം വന്നു. അപ്പോൾ മണ്ണിടിയുന്ന സമയത്ത് വർഷങ്ങളായിട്ട് ഇവിടെ ഇത് സ്ഥിതിയാണ്. അപ്പോൾ ഇടിയുമ്പോൾ ആ മണ്ണെടുത്ത് കൊണ്ടുപോകാന്നല്ലാതെ ഒരു സ്ഥിര സംവിധാനം ഇവിടെ ചെയ്യുന്നില്ല. തൊട്ടപ്പുറത്ത് വാണിയമ്പാറ റബ്ബർ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ വാണിയമ്പാറ റബ്ബർ എസ്റ്റേറ്റിൻ്റെ മരങ്ങൾ കുറച്ച് മുറിച്ചാണെങ്കിലും ഇവിടെ നമ്മുടെ ആലത്തൂർ ഭാഗത്തൊക്കെ നാഷണൽ ഹൈവേ പണിത സമയത്ത് അവിടെ സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ സംരക്ഷണ ഭിത്തി എവിടെയും മണ്ണൂത്തി വടക്കഞ്ചേരി 6 പാതയിൽ കെട്ടിയിട്ടില്ല. അതുപോലെ ഒരു സംരക്ഷണ ഭിത്തി ഇവിടെ കെട്ടിയിട്ട് ഉറപ്പിക്കണം. അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ ഇതിലെ പോകുമ്പോൾ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സ്കൂളില്ലാത്ത സമയമായതിനാൽ വലിയൊരു അപകടം ഒഴിവായത്. സമാനമായ രീതിയിൽ പട്ടിക്കാടും മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും വലിയൊരു ദുരന്തം ഒഴിവായത് ആ സമയത്ത് വണ്ടികളില്ലാത്തതാണ്. അവിടെയൊക്കെ റോഡിൻ്റെ നാഷണൽ ഹൈവേ ദേശീയപാതയിൽ 6 വരിയിൽ വലിയ രീതിയിലാണ് മണ്ണ് വീണത്. അപ്പോൾ ഇവിടെ നിരവധി സ്കൂൾ കുട്ടികൾ ഇപ്പോൾ ഇവിടെയൊക്കെ വീഴാറായി നിൽക്കുകയാണ്. കാരണം ഇവർ മണ്ണ് കട്ട് ചെയ്തു പോയിട്ട് അതിനൊരു സ്ഥിരമായൊരു സംവിധാനം ചെയ്തിട്ടുണ്ടായില്ല. നിരവധി അപേക്ഷകൾ തോട്ടത്തിൻ്റെ മാനേജ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ജനകീയ കൂട്ടായ്മകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കണ്ടില്ലെന്ന് അടിക്കുകയാണ്. അതായത് വീഴുന്ന മണ്ണ് എടുത്തു പോവുക എന്നൊരു കാര്യമല്ലാതെ ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടിക്കൊണ്ട് ഇത് പൂർണ്ണമായി അപകടരഹിതമാക്കുന്ന ഒരു തരത്തിലുള്ള പണി ഇവർ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ എത്രയും പെട്ടെന്ന് ചെയ്യണം. വാണിയമ്പാറ സ്കൂൾ തൊട്ടടുത്താണ്. അതുപോലെ ഇത് ഇവിടുന്ന് പോകുന്ന ഭാഗത്ത് സർവീസ് റോഡില്ലാത്തതിനാൽ എല്ലാ വാഹനങ്ങളും ഇതിലേ പോയി മന്മതുപടി പോയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഈ സ്കൂൾ കുട്ടികളൊക്കെ ഈ സൈഡിൽ കൂടെ നടന്നു പോവുകയാണ്. ഇതൊരു പ്രധാന പാതയാണ്. അങ്ങനെയുള്ളിടത്താണ് ഇങ്ങനൊരു പ്രശ്നം നിലനിൽക്കുന്നത്. അടിയന്തരമായി ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഞങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഇവിടുന്ന് കുറച്ച് മരങ്ങൾ മുറിച്ച് മാറ്റിയിട്ട് മണ്ണെടുത്തുകൊണ്ട് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ ഒരു നെറ്റ് കെട്ടിയിട്ട് ഒരു സംവിധാനമുണ്ട്. അത് നമുക്ക് വടക്കഞ്ചേരി വിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇരട്ടക്കുളം ഭാഗത്തൊക്കെ അതുപോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധാനം ചെയ്യണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. നമുക്ക് ഇവിടെ ആളുകൾ എന്താണെന്ന് പറയുന്നത് കൂടി കേൾക്കാം. ഞാനൊരു ഓട്ടോ ഓടിക്കണം, വാണിയമ്പാറ ഓട്ടോ ഓടിക്കണേ. നമ്മളിപ്പോൾ സ്ഥിരം സ്കൂൾ പിള്ളേരെ കൊണ്ടും പിന്നെ ഹോസ്പിറ്റൽ കേസിനൊക്കെ ഇതിൽ തന്നെ പോകാറ്. ഇത് ഭയങ്കരമായിട്ട് മണ്ണ് ഇപ്പോൾ ഈ വട്ടം കൂടി കഴിഞ്ഞ വട്ടം പോലെ ഇടിഞ്ഞാണ് ഈ വട്ടം അതേപോലെ തന്നെ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അത്യാവശ്യം സിമെൻ്റൊക്കെ വെച്ച് അത്യാവശ്യം നല്ലൊരു ഉറപ്പാക്കി ചെയ്താൽ മാത്രമേ നമുക്കത് പേടി കൂടാണ്ട് നമുക്കതിൽ പോകാൻ പറ്റുള്ളൂ. കാരണം ഏറെക്കുറെ എല്ലാ വണ്ടികളും പോണത് ഈ സർവീസ് റോഡ് വഴിയാണ് പോണത്. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനുള്ള തീരുമാനം എടുക്കാൻ ചെയ്യണം. നടന്നു പോണ വഴിയല്ലേ, പേടിച്ച് നടന്നു പോകണം. ഞങ്ങളൊരു ഈ ലോഡിങ്ങുകാരാണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ മാറ്റി പോയിട്ടാണ് അപ്പുറത്തെ കൂടെ പേടിച്ചിട്ട് ഏത് നിമിഷം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ വാണിയമ്പാറയോട് ചേർന്നിട്ട് മണ്ണിടിച്ചിൽ ഭയങ്കര രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒട്ടനവധി ആൾക്കാർ ഇത് കൂടെ നമ്മുടെ ഹോസ്പിറ്റലിൽ വാണിയമ്പാറ ഹോസ്പിറ്റലിൻ്റെ തൊട്ടിപ്പുറത്തുള്ള പ്രദേശത്താണ് ഈ മണ്ണിടിച്ചിൽ രൂക്ഷം. വാണിയമ്പാറ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആൾക്കാർ, അതേപോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന ആൾക്കാർ, ബാങ്ക്, എല്ലാ കാര്യങ്ങളും ഈ ഒരു സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർക്ക് പോകുന്ന, പാലക്കാടും തൃശ്ശൂർക്ക് പോകുന്ന സർവീസ് റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് ഈ ബാങ്കും സ്കൂളും എല്ലാം വരുന്നത്. അതിനോട് ചേർന്നിട്ടുള്ള പ്രദേശം ഇത്തര രീതിയിലുള്ള വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും NH-ന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെ ഈ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോഴും വെറുതെ 2 ബാരിക്കാഡ് വലിച്ചു കെട്ടി ഉള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രി കാലങ്ങളെ ധാരാളം വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യാറുള്ളതാണ്. കാരണം ഒരു നല്ലൊരു സർവീസ് റോഡ് ഇവിടെ ഇല്ല. അതുകൊണ്ട് സർവീസ് റോഡ് എൻഡ് ആയതുകൊണ്ട് തന്നെ രാത്രി ഉറക്കക്ഷീണമുള്ളതുകൊണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാറുണ്ട്. അവർക്കൊന്നും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന ലോറിക്കാർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല, മണ്ണിടിച്ചിലിനെ പറ്റിയിട്ട്. അവർ രാത്രി വരുമ്പോൾ ഇത്തരം സംഭവങ്ങൾ കാണുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു അപകടം ഇപ്പോൾ ഈ മഴയായതുകൊണ്ട് 2-3 ദിവസമായിട്ട് നിരന്തരമായിട്ടുള്ള മണ്ണിടിച്ചിൽ കൂടി വരികയാണ്. ഇത് ജനങ്ങളുടെ
ജീവന് വളരെയധികം ഭീഷണിയായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ NHA അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇത്രയും ദിവസമായിട്ട് ഒരു നടപടികളും സ്വീകരിക്കാതെ ഇത് കണ്ടില്ല എന്ന് വകവയ്ക്കുന്ന കാര്യങ്ങളാണ് NHന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണിത്. അവിടുന്ന് മണ്ണിടിച്ചിൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. ഞങ്ങൾക്കും വർക്ക് ചെയ്യാനോ അതിനുള്ള വാണിയമ്പാറ പ്രദേശക്കാർക്കും മൊത്തം ഒരു പ്രശ്നം. ഹൈവേയുടെ സൈഡാണ്. അത് മണ്ണ് നല്ല രീതിയിൽ ഇടിഞ്ഞ് മഴയും പെയ്ത്തുമഴയും കൂടെ പെയ്യുമ്പോൾ വെള്ളം കിനിഞ്ഞ് മൊത്തം ഇടിഞ്ഞ് വരിക. ഹൈവേയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് ഇല്ലാത്ത അപകടങ്ങളുണ്ടാവും. അത് കാരണം അതിനെന്തെങ്കിലും വേണ്ട എത്രയും പെട്ടെന്നുള്ള നടപടികൾ ഉണ്ടായാൽ നന്നായിരിക്കും. അവൻ അപകടങ്ങൾ ഒഴിവായി കിട്ടും. പ്രിയപ്പെട്ടവരെ, വാണിയമ്പാറ സെൻട്രലിലാണ് ഞാൻ നിൽക്കുന്നത്. മേലച്ചുങ്കം നമ്മുടെ പാലക്കാട് തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയിൽ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവീസ് റോഡ് എടുത്ത ഹൈവേ എടുത്ത ഭാഗത്തുള്ള മണ്ണിൻ്റെ തിട്ടാണ് ഈ ബാക്കിൽ കാണുന്നത്. ഏകദേശം 10-25 അടി ഹൈറ്റിൽ മണ്ണ് നിൽക്കുകയാണ്. എല്ലാ മഴക്കാലമായി കഴിഞ്ഞാൽ ഈ മണ്ണ് ഇടിഞ്ഞിങ്ങനെ സാധാരണ റോഡിലേക്ക് വീഴുകയാണ്. അപ്പോൾ ഇത് ഇടിയുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ഒരു സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള ഈ കരാർ കമ്പനി അവർക്ക് മണ്ണ് ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ മണ്ണിടിയുമ്പോൾ വാരി കൊണ്ടുപോകുക, എന്നിട്ട് ഇടിയുന്ന രീതിയിൽ അതിനെ ആക്കി വയ്ക്കുക. ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഈ റോഡിലൂടെ ഒരുപാട് ആളുകൾ, ഈ പ്രദേശത്തുള്ള ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ ഹോസ്പിറ്റലിലേക്കായാലും റേഷൻ കടയിലേക്കായാലും സ്കൂളിലേക്കായാലും പറഞ്ഞ കുട്ടികൾ അവരുടെ ജീവൻ വെച്ചുകൊണ്ടാണ് ഈ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, വാണിയമ്പാറ സ്കൂളിൻ്റെ തൊട്ട് ഫ്രണ്ടിലും അതുപോലെ തന്നെ കല്ലിടുക്കിൽ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങൾ, ഈ പാണഞ്ചേരി പഞ്ചായത്തിലെ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം മൂലം ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഈ മഴ ഇങ്ങനെ കുത്തി ഒഴിച്ച് പെയ്യുമ്പോൾ എപ്പോഴാണ് ഞാൻ നിൽക്കുന്നതിന് നേരെ പുറകുവശം നിങ്ങൾക്ക് കണ്ടാലറിയാം, എപ്പോഴാണ് ഇടിഞ്ഞു വീണ് ഇതിൽ പോകുന്ന ആളുകൾക്കും വണ്ടികൾക്കൊക്കെ അപകടം ഉണ്ടാകുമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണം. ഈ കരാർ കമ്പനിക്കാർ ഇത് സംരക്ഷിച്ച് നിർത്തുന്ന പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. എൻ്റെ പുറകിൽ കാണുന്ന വാണിയമ്പാറയിൽ പഴയ കാലത്തൊരു മിഡ്വൈവ് സെൻറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രദേശമാണ് ഈ കാണുന്ന വാണിയമ്പാറ എസ്റ്റേറ്റിൻ്റെ ഭൂമിയാണ്. ഈ ഭൂമിയുടെ തൊട്ട് താഴെയായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ദൈനംദിനം മണ്ണ് മാന്തി കൊണ്ടുപോയിട്ട് ഓരോ പ്രാവശ്യം അവർ മാന്തി കൊണ്ടുപോകുന്ന സമയത്തും അടുത്തൊരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴാവുന്ന രീതിയിലുള്ള സംവിധാനം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവിടെയും അതിശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ സർവീസ് റോഡിലൂടെ നിരവധി ചെറിയ വാഹനങ്ങൾ, ഇപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ഇവിടുത്തെ അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വഴി തിരിച്ചു വിട്ടിട്ടുള്ള ചെറിയ വാഹനങ്ങൾ വരെ ഈ വഴിക്ക് കടന്നു പോകുന്ന സമയത്ത് ഇവിടുന്ന് മണ്ണിടിഞ്ഞ് വീണ് വലിയൊരു അപകടം ഉണ്ടാകുന്ന സാഹചര്യം വളരെയധികമാണ്. നമുക്കറിയാം, ഇവിടുന്ന് വടക്കഞ്ചേരിക്ക് പോകുന്ന സമയത്ത് പല ഭാഗങ്ങളും ഇതേമാതിരിയുള്ള അപകടകരമായിട്ടുള്ള അവസ്ഥയുള്ള സ്ഥലത്ത് നെറ്റുകൾ വെച്ച് അതിൽ കോൺക്രീറ്റ് ചെയ്ത് അപകടം ഇല്ലാത്ത രീതിയിൽ നാഷണൽ ഹൈവേ ഇതിനപ്പുറത്ത് പല ഭാഗത്തും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള അവസ്ഥകൾ നിരവധിയാണ്. ഒന്ന് ഇവിടെ, അത് കഴിഞ്ഞ് നമ്മുടെ വാണിയമ്പാറ സ്കൂളിൻ്റെ അവിടെ നിരവധി ചെറിയ കുട്ടികൾ നടന്നു വരുന്ന ആ സ്ഥലത്താണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. ഇവരെന്തെങ്കിലും വന്ന് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അവിടെ വന്ന് നാളെ ബാരിക്കേഡ് വെച്ച് ആ വഴിക്കുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുക, അതോടൊപ്പം ഇത്തരത്തിൽ വീഴുന്ന മണ്ണ് വാരി കൊണ്ടുപോവുക. ഈ ഒരു സംവിധാനം മാത്രമാണ് നാഷണൽ ഹൈവേയുടെ പരിധിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാരുടെ ചെയ്യുന്ന കാൽനട യാത്രക്കാർക്ക് വേണ്ട സുരക്ഷിതമായിട്ടുള്ള യാതൊരു സംവിധാനം ഇവരുടെ ഭാഗത്തില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനോട് വളരെ നിഷേധാത്മകമായിട്ടുള്ളൊരു നിലപാടാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും അതിൻ്റെ ഉദ്യോഗസ്ഥരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണ് ഇവിടുന്ന് മാറ്റി നമ്മുടെ എസ്റ്റേറ്റും അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്ലോപ്പായിട്ട് അടിച്ച് അതിലൊരു നെറ്റ് കെട്ടി കോൺക്രീറ്റ് ചെയ്ത് വീണ്ടും തുടർന്നൊരു അപകടമില്ലാത്ത രീതിയിൽ ഇതിനെ സുരക്ഷിതമായിട്ട് സംരക്ഷിക്കണമെന്നാണ് നമുക്ക് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയോടും അതിൻ്റെ പ്രോജക്ട് ഡയറക്ടറും അതിൻ്റെ ഉദ്യോഗസ്ഥരോടൊക്കെ പറയാനുള്ളത്. ഇപ്പോൾ വാണിയമ്പാറ മേലച്ചുങ്കത്ത്, അതുപോലെ തന്നെ വാണിയമ്പാറ ബസ് സ്റ്റോപ്പിനോട് ചേർന്നും കല്ലിടുക്കുമാണ് പ്രധാനപ്പെട്ട ഏരിയ. എവിടെയാണ് മണ്ണിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതായത് നമുക്ക് തൊട്ട് പുറകിൽ കണ്ടറിയാത് വാണിയമ്പാറ മേലച്ചുങ്കത്തുള്ള കാഴ്ചയാണ്. ആളുകളൊക്കെ വലിയൊരു പ്രതിഷേധത്തിലാണ്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ജോലിക്ക് പോകുന്ന സമയമാണ്. നമുക്കറിയാം, കാലത്തെണിച്ച് ആ ഒരു വെപ്രാളത്തിൽ പോകുമ്പോൾ ഇതുപോലുള്ള സാഹചര്യത്തിൽ മണ്ണൊക്കെ ഇടിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ദുരന്തം തന്നെ ഉണ്ടാവും. നമുക്കറിയാം, കുതിരാനിലുണ്ടായത് കഴിഞ്ഞ പ്രളയകാലത്ത് ആരംഭത്തിൽ തന്നെ കുതിരാനിലെ വലിയൊരു ദുരന്തം കണ്ടുകൊണ്ടാണ് ലോകം ഞെട്ടി ഉണർന്നത്. അവിടെ മുകളിൽ നിന്നും മണ്ണിടിഞ്ഞ് വീണ് ഒരുപാട് വാഹനങ്ങൾ അകപ്പെടും. എന്നാൽ മണ്ണിൻ്റെ ഉള്ളിൽ നിന്നൊരു കാറ് കിട്ടുന്ന ദയനീയം, അതായത് മണിക്കൂറുകൾ കഴിഞ്ഞ് ഇങ്ങനെ ഒരു കാർ ഉണ്ട് എന്നുള്ളത് തന്നെ അറിഞ്ഞത് മണിക്കൂറുകൾക്ക് ശേഷമാണ്.
നമ്മുടെയൊക്കെ മനസ്സ് മരവിപ്പിച്ച ആ ഒരു കാഴ്ചകൾ നടന്ന പ്രദേശമാണിത്. NH 544 ബന്ധപ്പെട്ട് നിരവധി അപകടങ്ങളാണ്, 300-ലധികം അപകടങ്ങളാണ് ഈ ദേശീയപാത മണ്ണൂത്തി വടക്കഞ്ചേരി മുതലും മണ്ണൂത്തി വരെ നിർമ്മാണപ്പണിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അശാസ്ത്രീയമായ നിർമ്മാണം മുഖേനയും അതുപോലെ അശ്രദ്ധമായ നിർമ്മാണം മുഖേനയും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിലവിൽ കല്ലിടുക്കും മുടിക്കോടും ഇവരുടെ പണിയുടെ ക്വാളിറ്റി ഇല്ലാത്തത് മൂലം നിരന്തരം ബ്ലോക്കാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു മണ്ണിടിച്ചിൽ ഇവിടെ നടക്കുന്നത്. ഇതൊരു നിത്യസംഭവം എന്നോണം എല്ലാ വർഷവും ഈ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായി കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് സംരക്ഷണ ഭിത്തി ഒതുക്കണമെന്ന് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. അതിനുവേണ്ട നടപടികളെടുക്കുക. അധികാരികൾ കണ്ണും കാതും തുറന്നുകൊണ്ട് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കുക. നമ്മുടെ ചാനൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതിനെ ഒരു സപ്പോർട്ടായിട്ട് ഇവിടുത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ നമുക്കറിയാം ദേശീയപാത എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച സ്ഥലമാണ്. ഇതിലെ നിരവധി ആളുകളാണ് പോകുന്നത്. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിൻ്റെ അപ്പുറത്തിന് 10,000-കണക്കിന് വണ്ടികളാണ് ഇതിലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്കും അപകടം പറ്റരുത് എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ വാർത്ത ചെയ്യുന്നത്. ഇവിടെയുള്ള സകല വിഷയങ്ങൾ അപകടം വരുന്നതിന് മുമ്പ് നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പോൾ ഈ വിഷയവും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്ക് അധികാരികൾ കണ്ണും കാതും തുറക്കണം. അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഇതിനു വേണ്ട നടപടി ഉദ്യോഗസ്ഥരെ കൊണ്ട് എടുപ്പിക്കാനുള്ള ചുമതല കൂടി നിങ്ങൾക്കാണ്. ഈ വിഷയത്തിൽ ഇടപെടുക തന്നെ വേണം. വാണിയമ്പാറ, ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, വാണിയമ്പാറ മേലച്ചുങ്കം അതുപോലെ വാണിയമ്പാറ സ്കൂളിൻ്റെ സമീപത്ത് കല്ലിടുക്ക് 3 പ്രദേശം വലിയൊരു മണ്ണിടിച്ച് ഭീഷണി നേരിടുന്ന ഭാഗമാണ്. അടിയന്തരമായി ഇതിനു വേണ്ട നടപടി സ്വീകരിക്കണം. മാക്സിമം നമ്മുടെ ഈ വാർത്ത കാണുന്നവർ ഷെയർ ചെയ്യുക.